ബംഗാളിലേക്ക് വന്നാൽ അവിടെ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. നമുക്കറിയാം BJP തിളക്കമാർന്ന വിജയമാണ്, ചരിത്ര വിജയമാണ് ബംഗാളിൽ നേടിയിട്ടുള്ളത്. എന്നാൽ മമതാ ബാനർജി, ഇപ്പോൾ നമ്മൾ പറയാറില്ലേ തോറ്റു, കേരളത്തിലും അത് ചർച്ചയാണ് കേട്ടോ. CPM CPM-നെ തോൽപ്പിക്കാനല്ല, തോൽപ്പിച്ചു എന്ന് ബോധ്യപ്പെടുത്താനാണ് പാടെന്നൊക്കെ വി ഡി സതീശൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ബംഗാളിന്റെ കാര്യത്തിൽ എന്താണ് അതുതന്നെയാണ് സംഭവിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ല, രാജിവെക്കില്ല എന്നതാണ് മമതാ ബാനർജി പറയുന്നത്. ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടു എന്നതാണ് മമതാ ബാനർജി ചൂണ്ടിക്കാട്ടുന്നത്. ബംഗാളിൽ BJP-യുമായി അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടാണ് പോരാട്ടം നടന്നതെന്ന് മമതാ ബാനർജി പ്രതികരിച്ചിട്ടുണ്ട്. എന്തായാലും രാജിവെക്കില്ല എന്ന നിലപാടിൽ മമതാ ബാനർജി ഉറച്ചു നിൽക്കുന്നു. അത് എന്ത് ഭരണഘടനാ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്ത് നമുക്കൊപ്പം ചേരും. അതിനു മുൻപ് മമതാ ബാനർജിയുടെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. इतना फाइट हम लोगों ने किया जिंदगी मौत को सामने रख के, तब भी अगर हमारा फाइट तो बीजेपी का साथ नहीं था, हमारा फाइट था इलेक्शन कमीशन का साथ. और अगर इलेक्शन कमीशन बेच जाए, अगर जुडिशियरी से कोई जस्टिस ना मिले, अगर इतना लोगों को लॉजिस्टिकल नाम पे निकाल दिया जाए, वन साइडेड इलेक्शन ऑफिसर लोग काम करे, स्विच ऑफ कर दे, ईवीएम मशीन कैप्चर करे. आप हमको बताइए, जब लोगों ने वोट देता है मशीन में, उसका चार्ज, बैटरी चार्ज 40 का नीचे उतर जाता है. TG സജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജിത്ത്, എന്താണ് മമതാ ബാനർജി പറയുന്നത്? എന്താണ് ഇതുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി? രേണുക, അസാധാരണമായ സാഹചര്യങ്ങളിലേക്ക് ബംഗാൾ രാഷ്ട്രീയം കടക്കുന്നു എന്നതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷവും ഇന്നലെ വിധി വന്നതിന് ശേഷവും തെരഞ്ഞെടുപ്പ് വിധി അംഗീകരിക്കില്ല എന്ന നിലപാട് നിലവിലെ മുഖ്യമന്ത്രി മമതാ ബാനർജി സ്വീകരിക്കുന്നു എന്നതാണ് സാഹചര്യം. താൻ ലോക് ഭവനിലേക്ക് പോവില്ല, രാജി സമർപ്പിക്കില്ല, ഇതാണ് അവർ പറയുന്ന കാര്യം. വലിയൊരു ഗൂഢാലോചനയാണ് അവിടെ നടന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ ഗൂഢാലോചനയ്ക്ക് പങ്കുവഹിച്ചത്. BJP-ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൂഢാലോചന നടത്തി. അങ്ങനെയാണ് BJP-ക്ക് വേണ്ടി ഒരു തെരഞ്ഞെടുപ്പ് വിജയം ചിത്രമുണ്ടാക്കിയത്. തങ്ങളുടെ തോൽവിയല്ല സംഭവിച്ചത് എന്നതാണ് മമതാ ബാനർജി. 2-3 തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന്, ഒരു ഭരണഘടനാ പ്രതിസന്ധിയായി ഇത് മാറുമോ? സുപ്രീം കോടതിയുടെ അടക്കമുള്ള ഇടപെടലുകൾ വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോകുമോ? കാരണം നിലവിൽ മാൻഡേറ്റ് നഷ്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് രാജിവെക്കില്ല എന്ന നിലപാടെടുത്താൽ അതുണ്ടാക്കുന്ന ഭരണഘടനാ പ്രതിസന്ധി ഒരു വശത്ത്. 2, ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് മമത ഇനി അങ്ങോട്ട് നടത്താൻ പോകുന്ന രാഷ്ട്രീയ നീക്കത്തിൻ്റെ സൂചന കൂടിയാണ് അവർ പങ്കുവയ്ക്കുന്നത്. നോക്കൂ, ഇതാണ് ബംഗാളിലെ നിലവിലുള്ള കക്ഷിനില. BJP 206, തൃണമൂൽ കോൺഗ്രസ് 80, കോൺഗ്രസിന് 2, ഒപ്പം തന്നെ CPM അടക്കമുള്ള മറ്റ് ചെറുകക്ഷികൾക്ക് 1. ഇതാണ് കക്ഷിനില. ആകെ 292 സീറ്റുകൾ. ഇതാണ് നിലവിലുള്ള കക്ഷിനില. അതായത് BJP-ക്ക് വലിയ മാൻഡേറ്റ് നൽകിയ തെരഞ്ഞെടുപ്പാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ സാഹചര്യം ഒരുക്കിയത് SIR ആണ്. അതായത് ഇതിനകം പുറത്തു വരുന്ന ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 170-ലധികം സീറ്റുകളിലെ BJP-യുടെ വിജയം ഉണ്ടാവുന്നത് SIR എന്നൊരു വലിയ ഫാക്ടർ കൊണ്ടാണ്. അതായത് ഡിലീഷൻസ് നടന്ന വ്യാപകമായ ഡിലീഷൻസ് ഉണ്ടായ മണ്ഡലങ്ങളിലെല്ലാം BJP-യുടെ വിജയമാണ്. അവിടെ തൃണമൂൽ കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ BJP-യുടെ വിജയമാണ് അവിടങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും ഡിലീഷൻസിനും താഴെയാണ് BJP-യുടെ ഭൂരിപക്ഷം. ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില കണക്കുകൾ. അതായത് ബോധപൂർവമായി തോൽപ്പിക്കുന്നതിന് വേണ്ടി ഈ തരത്തിലുള്ള ഒരു നീക്കം നടത്തി. 95 ലക്ഷം വോട്ടുകളാണ് പശ്ചിമ ബംഗാളിൽ നിന്നും ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വോട്ടുകളൊക്കെ ഏത് രീതിയിൽ സ്വാധീനിക്കപ്പെട്ടു എന്ന ഒരു വലിയ നീക്കമാണ്. അപ്പോൾ മമത നടത്താൻ പോകുന്ന രാഷ്ട്രീയ നീക്കം അത് അസാധാരണമായ സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നാണ് എന്റെ ചിത്രം. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.